കോഴിക്കോട്ട് 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയത് അൺഎയ്ഡഡ് സ്കൂൾ പിയൂൺ എന്ന വാർത്ത വരുന്നു. മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂൾ പിയൂൺ അബ്ദുൽ നാസറിനെ ക്രൈംബ്രാഞ്ച് ഇന്ന് കസ്റ്റഡിയിലെടുത്തു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. മിഥില, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ നീക്കമാണിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നത് എന്നത്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുണ്ട്. മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂൾ പിയൂണായ അബ്ദുൾ നാസർ വഴിയാണ് ഈ ഒരു ചോദ്യപേപ്പർ മുഹമ്മദ് ഷുഹൈബിന്റെ കയ്യിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. മഹദീൻ പബ്ലിക് സ്കൂളിലെ പിയൂണാണ്. കഴിഞ്ഞ ദിവസം 2 അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ ഒരു കാര്യം, തങ്ങൾക്ക് ഈ ഒരു ചോദ്യപേപ്പർ ഷുഹൈബ് നൽകിയതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒന്നും അറിയില്ല. അന്ന് ഷുഹൈബ് തന്ന ചോദ്യപേപ്പർ അവതരിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, അതിനപ്പുറം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നായിരുന്നു. അവിടെ ഈ ഒരു അന്വേഷണം തടസ്സപ്പെട്ട നിലയിലായിരുന്നു. കാരണം മറ്റൊന്നിലേക്ക് ഷുഹൈബിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഷുഹൈബിനെ നോട്ടീസ് നൽകി. ഷുഹൈബ് ഒരു ദിവസം മുഴുവൻ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഒരു പിയൂണിലേക്കുള്ള ലിങ്ക് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. അങ്ങനെ ആണ് ഈ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ ഉറവിടം, എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഉറവിടം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു പിയൂൺ വഴിയാണ്, അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂൺ വഴിയാണ് ഈ ചോദ്യപേപ്പർ മുഹമ്മദ് ഷുഹൈബ്, അതായത് MS സൊല്യൂഷൻ സിഇഒയുടെ കയ്യിൽ എത്തിയത്. ഓക്കെ, താങ്ക് യു. വല്ലാത്തൊരു വെളിപ്പെടുത്തലാണ്. ഒരു പിയൂൺ, പണ്ട് ഈ പരീക്ഷാ ഹാളിലൊക്കെ തന്നെ വെള്ളം കൊണ്ടുപോകുന്ന പിയൂണന്മാരുണ്ടായിരുന്നു. അവർ ചില കാര്യങ്ങളൊക്കെ കൈവെള്ളയിൽ എഴുതി ഈ പരീക്ഷ എഴുതുന്നവർ കാണിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. ചിലർ കാലിൽ എഴുതിയേക്കും, ചിലർ നെറ്റിയിൽ എഴുതിയേക്കും, ചിലർ തുണ്ട് പേപ്പർ വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചില സിസ്റ്റം, ചില ഒറ്റപ്പെട്ട കേസാണെങ്കിൽ പോലും ചില പരീക്ഷ ഹാളിലൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പിയൂൺ ഇത് ചോർത്തി കൊടുത്തു MS സൊല്യൂഷൻസിന് എന്നാണ് വാർത്ത വരുന്നത്. എന്തായാലും ഒരു വലിയ പരീക്ഷയുടെ, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. വളരെ ഗൗരവത്തോടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കാണുന്ന ഒരു കാര്യത്തിലാണ് ഒരു പിയൂണിൻ്റെ ഇടപെടൽ. ഇന്നലെ ക്രൈംബ്രാഞ്ച് ആളെ പൊക്കി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത.